എല്ലാവർക്കും പ്രഭാസ് വെജി വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേര് എൻ്റെ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്തു പറഞ്ഞു, ചിലവർ ഫീഡ്ബാക്ക് പറഞ്ഞു, സജഷൻസ് പറഞ്ഞു. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അപ്പൊ ഇനിയും എല്ലാവരും ട്രൈ ചെയ്യൂ. നിങ്ങളുടെ എല്ലാവരും ട്രൈ ചെയ്യുന്നത് നിങ്ങളുടെ കമന്റ്സ് ഒക്കെയാണ് എനിക്കുള്ള ഇൻസ്പിറേഷൻ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, മാംഗോ ലസ്സി. ഇപ്പൊ മാങ്ങ നിറയെ കിട്ടുന്ന സമയമാണല്ലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മാംഗോ ലസ്സി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ മാംഗോ ലസ്സിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ബൗള് നല്ല പഴുത്ത മാങ്ങ, നാരില്ലാത്തത്, ഒരു ബൗള് പുളിയില്ലാത്ത തൈര്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഈ മാങ്ങയെ നമ്മളൊന്ന് നന്നായി ബ്ലെൻഡറിലിട്ടിട്ട് നന്നായി മാങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് അടിക്കണം. ഫുൾ പഞ്ചസാര വേണ്ട, കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പൾപ്പാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ മാങ്ങ നല്ല വെള്ളമില്ലാതെ ഞാൻ നന്നായി പൾപ്പായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് എടുത്തു വെച്ച തൈര് ചേർക്കാം. പുളിയില്ലാത്ത തൈരാണ് ഇതിന് നല്ലത്. ഞാനപ്പോൾ തൈര് ഫുള്ളായിട്ടിട്ടുണ്ട്. ഇവിടെ മാങ്ങയ്ക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണും കൂടി ഞാൻ മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതിനെ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒന്ന് ഇളക്കിയിട്ട് വേണം ഗ്ലാസ്സിലേക്ക് മാറ്റാൻ. നല്ല തിക്കായിട്ടുണ്ടാവും ലസ്സി. നല്ല കുറച്ച് ഹെവി ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ലൈറ്റായിട്ട് പുളിയും മധുരവും ഒക്കെ കൂടി ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. ഇവിടുത്തെ ചൂടുകാലത്തും നല്ലതാണ്, നാട്ടിലെ നല്ല മാങ്ങാക്കാലത്തും കഴിക്കാം. ഞാനിവിടെ കുറച്ച് മാംഗോ പീസസും കൂടി അതിൻ്റെ മുകളിലിടുന്നുണ്ട്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.